ഒരു ആനയെ നോക്കി നടത്തണമെങ്കിൽ ഒരു ദിവസം എന്ത് ചിലവ് വരും? നമ്മൾ ഈ സാധാരണക്കാർക്ക് ആനയെ വളർത്താൻ സാധിക്കുമോ? അപ്പോൾ കുറച്ച് ആന വിശേഷങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഞാനുള്ളത് കൊല്ലത്തെ പുത്തൻകുളം ആനത്താവളത്തിലാണ്. ഇവിടെ വർഷങ്ങളായി ആനയെ വളർത്തുന്ന ആനയുടെ കാര്യങ്ങൾ നോക്കി നടത്താറുള്ള പുത്തൻകുളം ഷാജി. അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പിറകിൽ കരിവീരന്മാർ നിൽപ്പുണ്ട്. പുത്തൻകുളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പുത്തൻകുളം മോദി, അതുപോലെ തന്നെ മറ്റ് ആനകളൊക്കെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഷാജിയേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഷാജിയേട്ടാ നമസ്കാരം, ABC മലയാളത്തിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് ആനകൾ? ഇപ്പൊ ഉത്സവ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പൊ അവരുടെ മതപ്പാടിന്റെ കാലമാണ്. 1, 2, 3 ആനകൾ മതപ്പാടിലായി. നമുക്ക് 7 ആനകളുണ്ട്. 7 ആനകളുണ്ട്. ഇവരിപ്പോ മതപ്പാടി നിൽക്കുകയാണ്. ഈ മതപ്പാടി നിൽക്കുമ്പോ എന്താ പ്രശ്നക്കാരായി നിൽക്കുവാണോ? പ്രശ്നമായിരിക്കുമല്ലേ, അതുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സീസൺ ഇപ്പൊ തീർന്നല്ലേ, അപ്പൊ മതപ്പാടാവുന്നത് നല്ലതാണ്. ഉത്സവങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇവരൊന്നും വലിയ പ്രശ്നക്കാരല്ല. അങ്ങേറ്റത്ത് നിൽക്കുന്ന മോദി എന്ന് പറഞ്ഞാൽ, ഇത് വിക്രം എന്ന് പറഞ്ഞാണ്. ഇത് മോഹനകൃഷ്ണൻ നാട്ടാനയാണ്. പ്രായമുണ്ട്, നാട്ടാനയാണ്. പിന്നെ ആ നിൽക്കുന്ന ഗംഗ നമ്മുടെ ടൂറിസ്റ്റുകളുടെ ഓമനയാണ്. സൈലന്റ് ആണെന്ന് തോന്നുന്നു. സൈലന്റ് ആരക്കും ആനപ്പാപ്പന്മാരില്ലാതെ തന്നെ അടുത്ത് പോവാ. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളാണ്. ഇനി ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോയിരിക്കുകയാണ്. ഒരു ആനയെ നല്ല രീതിയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6000 രൂപയോളം ഒരു ദിവസത്തെ ചെലവ്. ഒരു ദിവസം 6000 രൂപ ഒരു ദിവസം. എന്തൊക്കെയാണ് കൊടുക്കേണ്ടി വരിക? ഇതിന് ഈ പനമ്പട്ട അത് കിട്ടുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കൂടുതൽ ചെലവ് വരുന്നത്. അതെ. അത് ഏകദേശം ഇപ്പൊ ഒരു പനമ്പട്ടയ്ക്ക് 150 രൂപ 160 രൂപ വരും. 20 പനമ്പട്ട 22 പനമ്പട്ട ഒരു ദിവസം വേണം ഒരു ആനയ്ക്ക്. കിട്ടാനും പാടാണ്. ദൂരെ പോയാൽ കിട്ടും. ഈ ഗണപതിക്ക് ആഹാരത്തിന് വേണ്ടി ക്ഷാമം ഉണ്ടാവത്തില്ല. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ വിചാരിക്കും അടുത്ത വർഷം എവിടെ പോയി ഈ തീറ്റ കൊണ്ടുവരുമോ, പക്ഷെ അത് ദൈവമായിട്ട് നമുക്ക് തരും. എവിടെയെങ്കിലും നിൽക്കുന്നതായിട്ട് നമുക്ക് അറിവ് കിട്ടും, അവിടെ പോകും. പിന്നെ ആ വർഷം കംപ്ലീറ്റ് പോകും. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ചിന്തയാണ് അത്. അടുത്ത മഴയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അടുത്ത വർഷത്തേക്കുള്ള തീറ്റയാവും. പിന്നെ പുല്ല് മേടിക്കും നമ്മൾ. എങ്ങനെ ഈ ആന രംഗത്തേക്ക് വന്നത്? ഈ കുടുംബപരമായിട്ട് അച്ഛന് ആനയുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ ആനകളെ മേടിച്ചോണ്ട് വന്ന് വളർത്തി നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇവിടെയാണ് ഒരു ആന ജനിച്ചതല്ലേ? ഒരു ആന ജനിച്ചത് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ? അതോ വേറെ കുമളിയിൽ ഒരു സ്ഥലത്ത് കുമളിയിൽ ഉണ്ടായിട്ടുണ്ട്. നാട്ടാനകൾ എങ്ങനെ സാധാരണ പ്രസവിക്കുന്ന അപൂർവമാണ്. ഞാൻ ഗർഭിണിയായിട്ട് മേടിച്ചോണ്ട് വന്നതാണ് ആനെ. ഇപ്പോഴ് പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോവുകയാണ്. പുതിയ നിയമങ്ങൾ വരികയാണ്. അതില് അനുകൂലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിയാനയൊക്കെ മേടിക്കാൻ താല്പര്യമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ കുട്ടിയാനകളെ കാണാനില്ലല്ലോ. നാട്ടാനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുറഞ്ഞു. ഇപ്പൊ 400 ശിഷ്ടം ആനകളേ ഉള്ളൂ. 520 ഉണ്ടായിരുന്നു ഒരു 2 വർഷത്തിന് മുമ്പ്. ഇപ്പൊ 420. ആന വളരെ കുറവ്. അത് കാരണം ഉള്ള ആനകൾക്ക് ജോലിഭാരം കൂടുതലാണ്. നമുക്ക് ഓരോരുത്തർ അമ്പലക്കാർ ക്ഷേത്രോത്സവങ്ങളൊക്കെ നടക്കുള്ളൂ. അവരുടെ ആ പ്രയാസം കേൾക്കുമ്പോ നമുക്ക് വളരെ ദുഃഖമാണ്. കാരണം അവർക്ക് ആനയെ കിട്ടുന്നില്ല. ആനയെ ഒരു മാർഗവുമില്ല. ഒരു പിടിയാനയെങ്കിലും മതിയെന്ന് പറഞ്ഞാൽ അതുപോലും കൊടുക്കാനില്ല. ഇപ്പൊ ഈ ഉത്സവ സീസണൊക്കെ വന്നപ്പോ എങ്ങനെയായിരുന്നു? ഭയങ്കര റഷായിരുന്നു. നല്ല റഷായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അതിനകത്ത് മാന്യമായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ദൂരമൊക്കെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്നാലും ഞാൻ വടക്കോട്ട് വിടത്തില്ല. ഈ ഇന്ന ക്ഷേത്രങ്ങൾക്ക് ഇന്ന ആന എന്ന് പറഞ്ഞ ആ ഒരു രീതി ഉണ്ടോ? ഈ ക്ഷേത്രക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ആന തന്നെ വേണമെന്ന് പറയാറുണ്ട്. അത് ഒരു പ്രധാന ഘടകമാണ്. ആണല്ലേ? ഇവിടെ ഏറ്റവും ഫാനുള്ള ആന ഏതാ? നമ്മുടെ അനന്തപത്മനാഭൻ, പുത്തൻകുളം അനന്തപത്മനാഭൻ. പിന്നെ കേശവൻ, മോദിക്ക് നല്ലതാണ്. നമ്മുടെ ആനകളെല്ലാം നല്ല മാർക്കറ്റുള്ളതാണ്. മോദി എവിടുത്തുകാരനാ? മോദി വടക്കേ ഇന്ത്യക്കാരനാണ്. അവിടെ നിന്ന് വന്നതാണ്. അവിടെ നിന്ന് ഈ പേരാണോ? അവിടെ വെച്ച് ഇതല്ല. അത് ശരി. പ്രധാനമന്ത്രിയുടെ ഒരു പേരൊക്കെ അല്ലേ? നല്ലൊരു പേരാണല്ലേ? നല്ലൊരു പേരാണ്. ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ആന ഏതാണ് ചേട്ടനോട്? എന്റെ അടുത്ത് സ്നേഹമുള്ള അനന്തപത്മനാഭൻ. എനിക്ക് ആരും ഇല്ലാതെ അടുത്ത് പോവാം. എപ്പോഴും വേണമെങ്കിലും ചെല്ലാം. ഒരു പ്രത്യേക കാര്യമാണ്. നല്ല രീതിയിൽ നമുക്ക് ആഹാരങ്ങൾ കൊടുക്കാം. ഇന്ന് പരിപാടിയുണ്ട്. അത് ശരി. അതൊരു പോയിരിക്കുകയാണ് അനന്തപത്മനാഭൻ. ചലഞ്ചിങ് ആണോ ഈ ഫീൽഡ്? ചലഞ്ചിങ് ഒന്നുമില്ല. അതിന്റെ കാര്യമില്ലല്ലേ. നമുക്ക് ഇവിടെ നമ്മൾ പഴയ കാലത്തെ ഈ എഴുന്നള്ളിപ്പിന് പോകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് നമുക്ക് ഇല്ല, കിട്ടിയില്ലെങ്കിലും നമുക്ക് പ്രയാസമൊന്നുമില്ല. പോവും, ഇല്ലെങ്കിൽ
ഇവിടെ നിൽക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിർബന്ധിച്ച് അങ്ങോട്ട് പോയി പിടിക്കുകയെ അങ്ങനെയൊന്നുമില്ല. ഇങ്ങോട്ട് നമുക്ക് ആള് വരും, നമുക്ക് പരിചയമുള്ളവർ തന്നെയല്ലേ എല്ലാവരും. ഈ ഫീൽഡിൽ അച്ഛൻ്റെ കാലത്തെ നമുക്ക് ആനകളുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ എഴുന്നള്ളിപ്പ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. സിനിമാ രംഗത്തേക്ക് ഇല്ല, പോകാറില്ല. ഇതുവരെ പോയിട്ടില്ല. പോയിട്ടുണ്ട് മുൻപൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും സിനിമാ പരിപാടിക്കൊന്നും പോകാറില്ല. ചോദിക്കാറുണ്ടോ സിനിമാക്കാർ വന്നിട്ട്? ചിലരൊക്കെ ചോദിക്കും, അതൊക്കെ ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേക പെർമിഷൻ എടുക്കണം, അതിന്റെ ഒന്നും കാര്യമില്ല. എഴുന്നള്ളിപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. ഇവിടെ ആനകൾ മാത്രമല്ല, ഒട്ടനവധി മൃഗങ്ങളുണ്ട്, വളർത്തു മൃഗങ്ങളല്ലേ? അതൊക്കെ എങ്ങനെ കൊണ്ടുവന്നത്? അതൊക്കെ താല്പര്യം കൊണ്ട് മേടിച്ചതാണോ? താല്പര്യം കൊണ്ട്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങുന്ന കാലം ഒരു 10-40 വർഷം കൊണ്ട് നമുക്ക് ഈ ടൂറിസമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതിന് ആ സമയത്ത് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഈ ഫോറിനേഴ്സൊക്കെ ശരിക്കും വരുമായിരുന്നു. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അതിന് ശേഷമാണ് ഇത്തിരി കുറഞ്ഞത്. അത് നിറച്ച ആളാ ആനകളെ കാണാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് അവർ പറയും നമുക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ വന്ന് നിന്ന് ഇതിനെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്താൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങി. പിന്നെ അത് ഉള്ളത് ക്ലീൻ ആയിട്ട് ഇടുക, അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഒരു മിനി ഓഡിറ്റോറിയം ഉണ്ട്, ചെറിയ ഫംഗ്ഷനൊക്കെ മിക്കവാറും. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഫംഗ്ഷൻ വരുന്നവരൊക്കെ ഇവിടെ ആനയെ കാണാൻ വരും. അത് നമ്മൾ ഫ്രീ ആണ്. ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് കാണിക്കും. ഫ്രീ ആയിട്ട്. ഇവരുടെയൊക്കെ ഒരു സ്വഭാവം എങ്ങനെയാ? അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വരുമ്പോ അങ്ങേയറ്റം മോദി എന്താ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത? സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്സവ സീസണിൽ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളില്ല. അല്ലാത്ത സമയത്ത് ആനകൾ പ്രശ്നം കാണിക്കുമ്പോൾ മതപ്പാടി കെട്ടിയിരിക്കുന്ന ആനകൾ, എല്ലാ ആനകളും പ്രശ്നം കാണിക്കും. അതിന് നമുക്ക് കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് അയാളുടെ ഒരു ക്യാരക്ടർ ഓക്കെയാണ്. ഒരു ഉപദ്രവകാരിയല്ല. അല്ല, കൈവിട്ടു പോവേ അങ്ങനത്തെ ഉപദ്രവോ അങ്ങനെ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ വിക്രം അവനും ഒരു കുഴപ്പമില്ല. ഉത്സവ സീസണിലെല്ലാം പരിപാടി എടുക്കും. മോഴയാനയാണ്. ഞാൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്നവനാണ്. അവന്മാർക്ക് ഈ ഒരുപാട് കാലം പാല് കുടിക്കും. പള്ളയുടെ ഈ കൊമ്പ് വലുതാവാത്തതുകൊണ്ട് ഈ മുലയുടെ ഭാഗത്ത് ഇത് തട്ടുമ്പോഴത്തേക്ക് മറ്റുള്ള കൊമ്പനാന കുട്ടിയുടെ ആണെങ്കിൽ അവർ മാറിപ്പോകും. ഇത് തട്ടുമ്പോഴത്തേക്ക് ഇത് അങ്ങനെയില്ല, തട്ടത്തില്ലല്ലേ, വലുതാവത്തില്ല കൊമ്പ്. അപ്പൊ ഒരുപാട് കാലം തള്ളയുടെ കൂടെ നടന്ന് പാല് കുടിച്ച് നല്ല പുഷ്ടിയിൽ നിൽക്കും. അതാണ് മോഴയാനയ്ക്ക് ഇത്രയും പുഷ്ടി വരാനുള്ള കാര്യം. അതിന്റെ ഇപ്പുറത്ത് മോഹനകൃഷ്ണൻ. അത് ഇവിടെ ജനിച്ച ആനയാണോ? അല്ല, ഇത് കേരളത്തിലാണ്. ആനയാണ്. എങ്ങനെയുണ്ട്? അവന് സാധു ആനയാണ്. അവന് പഴയ കാലത്ത് തടിപിടുത്തേ ഉള്ളായിരുന്നു. ഇപ്പൊ എഴുന്നള്ളിപ്പ് മാത്രം. വല എടുക്കാൻ പോലും ഞാൻ വിടത്തില്ല. എല്ലാം എന്റെ ആനകളെല്ലാം ഞാൻ നല്ല രീതിയിൽ തടി പിടിക്കാനോ ഒരു പരിപാടി ക്ഷേത്രോത്സവങ്ങൾക്ക് കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവരും. ചിലവ് കൂടുതലായിരിക്കും. അല്ലാതെ അവിടെ പോയി ഇത്തിരി പണി അണിഞ്ഞ് അല്ലെങ്കിൽ അവിടെ അതേ ഇല്ല. ആ വരുമാനമേ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അത് ഒരുപാട് കാലമായി. ഇനി അങ്ങേറ്റം ഗംഗ അവിടെ ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ആർക്കും എപ്പോഴും പോവാം. ആർക്കും അടുത്ത് പോവാം. ഒരു ശല്യമില്ല. അതിന്റെ നമ്പർ 1 ആളാണ്. ഈ ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ ഈ ഫേസ്ബുക്കിലൊക്കെ? ഓരോ ആനകൾക്കും ഓരോരുത്തരും ഉണ്ട്. ഓരോ സെറ്റുകാരായിട്ടും ഉണ്ട്. എന്തുമാത്രം പേര്. പിന്നെ എത്രയോ പേര് ഇവിടെ ആനയെ തിരക്കി വരുന്നുണ്ട്. ആനകളെ ആന ഇവിടെ അയക്കുന്നു. പിന്നെ ബുക്ക് ചെയ്യാൻ തന്നെ പുള്ളൊരു സെറ്റാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. ക്ലബ്ബുകൾ അവര് എന്നെ ആന വേണമെന്ന് പറഞ്ഞിട്ട് വരും. അത് ഓരോരുത്തർക്കും ഓരോ മനസ്സിനകത്ത് ഉണ്ടല്ലേ, അതനുസരിച്ച്. വലിയ ആന പത്മനാഭനാണ്. അവനാണ് ഇപ്പൊ കൂടുതലും പോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവന്റെ ഒരു റേറ്റ് എങ്ങനെയാണ്? അതിന്റെ റേറ്റ് പാർട്ടികളുടെ അനുസരിച്ചിരിക്കും. 75 രൂപ, 70 രൂപ, അത്രയൊക്കെ വരും. ആണെങ്കിൽ നമുക്ക് മുതലാവും. വണ്ടി വാടക അടക്കമാണ് നമ്മുടെ വണ്ടി വാടക പ്രത്യേകമില്ല. ചേട്ടൻ ആദ്യമായിട്ട് മേടിച്ച ആന ആരാണ്? എനിക്ക് അഭിമന്യു എന്ന് പറഞ്ഞൊരു ആന. അഭിമന്യു. അത് ചരിഞ്ഞു പോയി എന്റെ വെച്ച് തന്നെ. 20 വർഷം എന്റെ ഉണ്ടായിരുന്നു. 20 വർഷം. ഓ. അത് എന്നിട്ട് പ്രായാധിക്യം കുറച്ചുണ്ടായിരുന്നു. നാടൻ ആനയായിരുന്നു. അത് അവസാനം ചരിഞ്ഞു പോയി. ഇവിടെ പ്രസവിച്ച ആനയുടെ പേര് ശിവൻ. അത് ഫേമസ് ആയിരുന്നല്ലേ? ശിവൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെ ഒരെണ്ണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആന പ്രസവിക്കാൻ ഗംഗയിൽ പ്രതീക്ഷയുണ്ടോ? ഗംഗയിൽ വലിയ പ്രതീക്ഷയില്ല. ഇതിനൊക്കെ ഒരു പീരീഡ് ഉണ്ട്. ഒരു 13 വയസ്സ്, 15 വയസ്സ്, അതൊക്കെയാണ് ഈ ആനകളുടെ നല്ല സമയം. അത് കഴിഞ്ഞാൽ പിന്നെ അപൂർവമായിട്ടൊക്കെ ആവാറുള്ളൂ. പിന്നെ അതിനുള്ളൊരു സാഹചര്യം നമുക്കിവിടെ വളരെ ആയിട്ട് കിട്ടുന്നില്ലല്ലോ. എല്ലാം കൊമ്പനാനകൾ തന്നെ അതിൽ നീരായിട്ട് മാറിക്കളയും.
അപ്പോഴത്തേക്ക് ഇവർക്കുള്ള ആ സമയം കിട്ടത്തില്ല. കിട്ടത്തില്ല. ഇതിന് കുറച്ച് സമയങ്ങൾ വേണം. ഒരു 4-5-6 മാസം കൂടെയൊക്കെ നിന്നാലേ ഇത് കറക്റ്റ് ആവും. അപ്പോഴത്തേക്ക് നമുക്ക് എഴുന്നേൽപ്പ് സീസൺ അവരങ്ങ് പോകും. അവർ പോകും. മറ്റേ സമയം മതപ്പാടായി. പിന്നെ ഇതിനിടയ്ക്കുള്ള ഒരു 2-3 മാസമേ കിട്ടുള്ളൂ. അത് പോരാ നമുക്ക്. ഇവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? അതൊന്നും വലിയ അടുപ്പമില്ല. ആൾക്കാരെയും അങ്ങനെ അത്ര പോരാ. പിന്നെ തങ്ങളിൽ ഉപദ്രവമില്ല. പക്ഷെ അങ്ങോട്ട് പിടിക്കത്തില്ല. എല്ലാവർക്കും ചെറിയ ചെറിയ കയറുണ്ട്. അതായത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്പൊ അവരെ കുളിപ്പിക്കുന്ന സമയമാണ്. എത്ര നേരം കുളിപ്പിക്കും ഒരു ദിവസം? നല്ലപോലെ തണുപ്പിച്ചു കൊടുക്കും. ചൂടല്ലേ, ചൂടാകുമ്പോഴത്തേക്ക് നല്ലപോലെ തണുപ്പിക്കണം ആനകളെ. ഞാൻ ചെന്നാൽ കുറച്ചുകൂടെ സമ്മതിക്കും. ചേട്ടനോട് അടുപ്പമുണ്ട്. അത് ശരി. ഇപ്പൊ ഓരോരുത്തരും ഓരോ ബോക്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ആർക്കും വരാം ഈ പാർക്കിലേക്ക് 6 മണി മുതൽ. അതോ എത്ര സമയം? 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ പുത്തൻകുളത്തേക്ക് വരാം കേട്ടോ. പ്രേക്ഷകർക്ക് കാണുന്നവർക്കൊക്കെ ഇവിടേക്ക് വരാം. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആനകൾ മാത്രമല്ല മറ്റ് മൃഗങ്ങളും ഉണ്ട്. അതായത് ഇവിടെ വന്ന് ആനകളെയൊക്കെ നമുക്ക് കാണാം. ഇവരിപ്പോൾ മതപ്പാടി നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇവർക്കൊരു പ്രശ്നമുണ്ട്, ഒരു പ്രത്യേകത. അത് ഏത് ആനയാണെങ്കിലും അങ്ങനെയാണ്. ഈ മതപ്പാടി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുമല്ലോ, എറിഞ്ഞു തരും. എനിക്ക് തോന്നുന്നു ഈ ആസ്പെറ്റോസിലൊക്കെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് കഴിഞ്ഞ വർഷത്തെ ഓലയാണ് എറിഞ്ഞ് മേളിൽ എത്തിച്ചതാ. ഇതിൽ ആരാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ അടുത്ത് വലിച്ചെറിയുന്നത്? എല്ലാവരും എറിയും. ആളുകൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ലക്ഷ്യം വെച്ചെറിയും. ഈ മതപ്പാടിന്റെ സമയത്തുള്ള പ്രശ്നം അതാണല്ലേ? അല്ലാതെ ഒരു പ്രശ്നമല്ല. മതപ്പാടിന്റെ സമയമാകുമ്പോൾ ഇവര് ഇത് വളരെ നോക്കി വെച്ചിട്ട് അവർക്ക് നമ്മൾ അങ്ങോട്ട് ബോധിച്ചില്ല എന്നുണ്ടെങ്കിൽ എറിഞ്ഞ് പറ്റിച്ചു. ഇനി ഒരു ഹൈടെക് പാർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് എന്റെ ജൂലൈയിലോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. വസ്തുവൊക്കെ എന്റെ പേരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, കറക്റ്റ് ആയിട്ടില്ല. ഈ കാവേരി എന്ന് പറയുന്നത് അത് നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാം കാവേരി എന്നാണ് പേരിട്ടിരിക്കുന്നത്. മിൽക്ക് പാർലർ ഉണ്ട്, ഡയറി ഫാം എല്ലാം ഉണ്ട്. അത് 100-300 പശുവുണ്ട്. അത് ശരി. അപ്പോൾ പ്രേക്ഷകർക്ക് ഇവിടേക്ക് വരാം, ആനകളെയൊക്കെ കാണാം. വളരെ സന്തോഷമുള്ള, നമുക്കിങ്ങനെ ആനയെ ഇങ്ങനെ നോക്കിയിരുന്നാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഞാനും അതാണ്. ഞാൻ വന്നപ്പോൾ മുതലേ ഈ ആനകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കൊടുക്കട്ടെ. ഓക്കെ. അപ്പോൾ കുറച്ച് ആന വിശേഷങ്ങളാണ് അറിയിച്ചത്. ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ശ്യാംബാബു, ABC മലയാളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.